SFI പ്രതിനിധിയിലേക്കാണ് പോകുന്നത്. മുഹമ്മദ് സാദിഖ്, ഇന്നലെ ഉണ്ടായതാണ്. കൊയിലാണ്ടി കോളേജിൽ നടന്ന സംഭവത്തിൽ വിദ്യാർത്ഥികൾക്ക് എതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. 4 SFI പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. എന്തിനാണ് ആ നടപടി? ശ്രീമതി സ്മൃതി പരുത്തിക്കാട്, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. പറയൂ. കേൾക്കാമോ? പറയൂ. ഈ പാനലിൽ ഗുരുദേവ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ സുനിൽ ഭാസ്കർ ഉണ്ട്. എന്നോട് ചോദിച്ച ചോദ്യം താങ്കൾ സ്വാഭാവികമായും ചോദിക്കേണ്ടത് അദ്ദേഹത്തോടാണ്. എന്തിനാണ് ഇത്തരത്തിൽ ആ ക്യാമ്പസിലെ യൂണിയൻ ഭാരവാഹികളായിട്ടുള്ള, ആ ക്യാമ്പസിലെ SFI പ്രവർത്തകരായിട്ടുള്ള 4 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത് എന്നുള്ളതിനുള്ള വിശദീകരണം നൽകേണ്ടത് അദ്ദേഹമാണ്, ഞാനല്ല. സ്വാഭാവികമായും ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി എന്നുള്ള നിലയിൽ എന്ത് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെയും യൂണിയൻ ഭാരവാഹികളെയും പുറത്താക്കിയതെന്ന് അദ്ദേഹം വിശദീകരിക്കണം. SFIയെ സംബന്ധിച്ചിടത്തോളം ഈ നടപടിയിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. ആദ്യം കണ്ട ദൃശ്യങ്ങൾ താങ്കളും കണ്ടല്ലോ മുഹമ്മദ് സാദിഖ്. ആ ദൃശ്യങ്ങളെക്കുറിച്ച് എന്താണ് SFIയുടെ അഭിപ്രായം? ഈ ഡിബേറ്റിൻ്റെ ഇൻട്രോയിൽ സ്മൃതി തന്നെ സൂചിപ്പിച്ചതുപോലെ കാണാത്ത ദൃശ്യം വേറെയുമുണ്ട്. ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് പുറത്തുവിട്ട CCTV ഫുട്ടേജിൽ കണ്ടിട്ടുള്ള ദൃശ്യങ്ങളാണ് മാധ്യമങ്ങളിൽ, പബ്ലിക് ഡൊമൈനിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ കൊയിലാണ്ടിയിലെ SFIയുടെ ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള അഭിനവ് എന്ന വിദ്യാർത്ഥി, അദ്ദേഹത്തിൻ്റെ കർണപുടം തകർന്ന് ചികിത്സയിലാണ്, വേദനയിലാണ്. അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചത് ഈ ക്യാമ്പസിലെ പ്രിൻസിപ്പളായ സുനിൽ ഭാസ്കറാണ്. അദ്ദേഹത്തിൻ്റെ മർദ്ദനത്തോടു കൂടിയാണ് ഈ സംഘർഷം ആ ക്യാമ്പസിൽ ആരംഭിച്ചത്. അത്തരമൊരു ദൃശ്യം പൂഴ്ത്തിവെക്കുകയാണ് നിലവിൽ ആ കോളേജ് മാനേജ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു അധ്യയന വർഷാരംഭത്തിൻ്റെ ഘട്ടത്തിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടക്കാറുള്ളത് പോലെ കൊയിലാണ്ടി ഗുരുദേവ കോളേജിലും വിദ്യാർത്ഥികൾ പുതുതായി ആ ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന 1ാം വർഷ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയും അവർക്ക് വേണ്ട അഡ്മിഷൻ അസിസ്റ്റൻസ് നൽകുന്നതിന് വേണ്ടിയുമുള്ള ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിച്ചു. എല്ലാ ക്യാമ്പസുകളിലും നടക്കാറുള്ളതാണ്. എന്നാൽ ഏകാധിപതിയായ, ധിക്കാരിയായ, ക്യാമ്പസിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലങ്ങിടപ്പെടണം എന്ന് കരുതുന്ന സുനിൽ ഭാസ്കർ എന്ന പ്രിൻസിപ്പൾ അത് തടയുകയും, മുൻകാലങ്ങളിൽ പല യൂണിയൻ പ്രവർത്തനങ്ങളും തടഞ്ഞതുപോലെ അദ്ദേഹം ഈ പ്രവർത്തനത്തെ തടയുകയും, ഇക്കാര്യം സംസാരിക്കാൻ വേണ്ടി SFIയുടെ മേൽക്കമ്മിറ്റിയുടെ ഭാരവാഹികൾ ആ ക്യാമ്പസിൽ കടന്നു വരികയും ചെയ്തു. സ്വാഭാവികമായും ഇത്തരത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന എന്നുള്ള നിലക്ക് അതിൻ്റെ നേതാക്കൾ ക്യാമ്പസിലേക്ക് കടന്നു വരാറുള്ളതും സ്ഥാപനത്തിലെ മേധാവികളുമായി സംസാരിക്കാറുള്ളതും പതിവുള്ളതാണ്. അത്തരമൊരു സംസാരത്തിൻ്റെ ഘട്ടത്തിൽ മാന്യമായ ആ നേതാക്കളെ സ്വീകരിച്ചിരുത്തി സംസാരിക്കുന്നതിന് പകരം വളരെ മോശമായ രൂപത്തിൽ അസഭ്യവർഷം നടത്തുകയും ഈ ചർച്ചയിൽ എനിക്ക് തന്നെ മുഹമ്മദ് സാദിഖ്, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ കടന്നു വരുന്ന സംഘം നേരെ തല്ലുന്നതാണ് കാണുന്നത്. താങ്കൾ ഈ പറയുന്ന പോലെ എഡിറ്റ് ചെയ്തതാണെങ്കിൽ തന്നെയും താങ്കൾ പറയുന്നു മറിച്ചുള്ള ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ കാണട്ടെ. ഞാൻ പ്രിൻസിപ്പളിനോട് ചോദിക്കാം, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയേണ്ടതുണ്ട്. ആ നടപടി ശരിയാണോ? അതിനു മുമ്പുണ്ടായ പ്രകോപനത്തെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകാൻ എന്ത് പ്രകോപനം ഉണ്ടായെങ്കിലും ഇവിടെ നിയമ സംവിധാനങ്ങൾ ഉണ്ടല്ലോ മുഹമ്മദ് സാദിഖ്. നിങ്ങൾ നേരിട്ടെല്ലാം കൈകാര്യം ചെയ്യാൻ, നിങ്ങൾ നിയമം കയ്യിലെടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്താണ് അധികാരം? നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രിൻസിപ്പലിന്റെ മുഖത്തടിക്കുക? അത് ന്യായീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ആ പ്രിൻസിപ്പൽ ഒരു വിദ്യാർത്ഥി നേതാവിന്റെ ചെവിക്കൽ അടിച്ച് പൊട്ടിച്ചതിനെ ന്യായീകരിക്കാൻ സാധിക്കുമോ? ന്യായീകരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ന്യായീകരിക്കാൻ സാധിക്കില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പ്രിൻസിപ്പലിന്റെ മുഖത്തടിച്ചത് ശരിയോ തെറ്റോ? വളരെ വളരെ സ്ട്രെയിറ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് മുഹമ്മദ് സാദിഖ്. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഇദ്ദേഹം ചെയ്തത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരേണ്ടത്. ഇദ്ദേഹം ഇത് മാത്രമല്ല ചെയ്തത്. ഞാൻ SFI ചെയ്തത് ശരിയാണോ? SFI ചെയ്തത് ശരിയാണോ? ഈ പ്രിൻസിപ്പൽ 2 കാലിൽ നടന്നു പോകില്ല എന്ന് ഭീഷണി മുഴക്കിയത് ശരിയാണോ? പ്രിൻസിപ്പലിന്റെ നെഞ്ചത്ത് തീ കൂട്ടി കത്തിക്കാനും മടിക്കില്ല എന്ന് പറഞ്ഞത് ശരിയാണോ?
മടിക്കില്ല എന്നല്ല, അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചാൽ അത് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു, അത് ശരിയല്ല. അങ്ങനെ പറഞ്ഞത് ശരിയല്ല എന്നുള്ളതാണ് SFIയുടെ നിലപാട്. ഒരു സഹപ്രവർത്തകന് മർദ്ദനമേറ്റ സംഭവത്തിലുണ്ടായ അതിവൈകാരികമായ ഒരു പ്രസംഗത്തിലുണ്ടായ പ്രയോഗമാണ്. ആ പ്രയോഗം ശരിയല്ല, അത് തിരുത്തണം എന്നുള്ളതാണ് SFIയുടെ നിലപാട്. ശരി, പ്രയോഗം തെറ്റാണ്. അപ്പോൾ മർദ്ദനം ശരിയാണോ? ഒരു വിദ്യാർത്ഥിയുടെ ചെവിക്കൽ അടിച്ചു പൊട്ടിക്കുന്ന തരത്തിൽ അത് ഞാൻ പ്രിൻസിപ്പലിനോട് ചോദിക്കാമെന്നേ. ഇവിടെ SFI പ്രവർത്തകർ ചെയ്ത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അടിക്കടിയല്ലല്ലോ മരുന്ന്. സ്വാഭാവികമായും അത്തരത്തിൽ ആക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥികൾ തിരിച്ചടിക്കുന്ന സ്വാഭാവികതകൾ ഉണ്ടാകാറുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഭാവിയിൽ ആവർത്തിക്കപ്പെടാതിരിക്കണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഡോക്ടർ സുനിൽ, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.